ധനുഷ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. അച്ഛനെടുത്ത ആദരയും പോലെ എനിക്കൊരു അമ്മയാവണം. അത് പക്ഷേ അർച്ചനടുത്ത് ചെയ്തതുപോലെ കുഞ്ഞിനെ ദത്തെടുക്കുകയല്ല. ധനുഷ്, എനിക്കുണ്ടാവുന്ന കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കണം. എനിക്കോ ധനുഷിനോ ഇവിടുത്തെ സ്വത്തുക്കൾ ആവശ്യമില്ലെങ്കിലും അതേ സമ്പത്ത് കൊണ്ട് ആ കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കണം നമുക്ക്. ഞാനും തന്നോടത് പറയാനിരിക്കുകയായിരുന്നു. എനിക്ക് തൻ്റെ പേരിൽ കിട്ടുന്ന സ്വത്തുക്കളൊന്നും തന്നെ ആവശ്യമില്ല. പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് അർഹതപ്പെട്ടതെല്ലാം വാങ്ങിക്കൊടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ച് അർച്ചന എല്ലാം സ്വന്തമാക്കും. നമ്മൾ വിചാരിക്കുന്നയാളല്ല അർച്ചന. ഇവിടെയുള്ളവരുടെ ഓരോരോ കാര്യങ്ങളും അവൾക്കറിയാം. അവരോടൊക്കെ എന്തു പറഞ്ഞാലും അവരുടെ മനസ്സലിയുന്നതെന്നും അർച്ചന പഠിച്ചു വച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ചിലപ്പോൾ നമ്മളെയും പറ്റിച്ചൊന്നു വരും. അതെ, അവരെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അവരൊറ്റ ഒരുത്തിയ അച്ഛനും ഏട്ടന്മാരെയും എനിക്കെതിരെ തിരിപ്പിച്ചത്. അവരുടെ ഉള്ളിൽ ഇത്രയ്ക്ക് വിഷമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്നെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ഞാൻ എന്തൊക്കെ അനുഭവിച്ചു. അവരെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. അവര് കാരണമാ എനിക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം വാശിയായിട്ട് മാറിയത്. സച്ചേട്ടനെ മയക്കി കയ്യിൽ വച്ചേക്കുന്നതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അവരുടെ താളത്തിനൊത്തേ സച്ചേട്ടൻ തുള്ളുള്ളൂ. ഇനി ഒരിക്കലും ഞാൻ അവരെ വിശ്വസിക്കില്ല. പിണക്കൊക്കെ മറന്ന് നമ്മളെ വീട്ടിൽ താമസിക്കുമ്പോഴും അവരെന്നോട് ചെയ്തത് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. അത്രയ്ക്കെന്നെ ദ്രോഹിച്ചിട്ടുണ്ടവര്. താൻ ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. അനുഭവിച്ചതൊക്കെ മനസ്സിലുണ്ടായാൽ മാത്രം മതി. സാഹചര്യം കിട്ടുമ്പോൾ എല്ലാത്തിനും അർച്ചനോട് നമുക്ക് പകരം ചോദിക്കണം. പരസ്പരം ഒരുപാട് സ്നേഹിച്ച നമ്മളെ എന്തിനാ പിരിക്കാൻ ശ്രമിച്ചതെന്നും എനിക്ക് ചോദിക്കണം. അങ്ങനെയുള്ള വാശികളൊക്കെ മനസ്സിലുണ്ടെങ്കിലും തന്നോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും താൻ എന്നെ വിട്ടുപോയില്ലല്ലോ. എന്നോടൊപ്പമേ ജീവിക്കൂ എന്ന ഉറച്ച തന്റെ തീരുമാനമാണ്.